വലിയ വാശിയേറിയ മത്സരത്തിലേക്കാണ് എറണാകുളം ജില്ല നീങ്ങുന്നത്. പൊതുവിൽ UDFിന്റെ കോട്ടയെന്നെല്ലാം പറയുന്നിടത്ത് അതിശക്തമായ ഒരു മത്സരം തന്നെയാണ് പൊതുവിൽ കാഴ്ചവെക്കപ്പെടുന്നത്. ഇടതുമുന്നണിയും NDAയും എല്ലാം ചേർന്ന് വലിയ രീതിയിലേക്ക് മത്സരരംഗം കൊഴുത്തിരിക്കുന്നു. നമ്മൾ കാണുന്നത് കൊച്ചി കോർപ്പറേഷനിലെ ഇടതുമുന്നണിയുടെ ഒരു തെരഞ്ഞെടുപ്പ് റാലിയാണ് ഇതുവഴി കടന്നു വരുന്നത്. നഗര കേന്ദ്രീകൃതമാണ് ഈ പല വാർഡുകളും എന്ന് പറയുന്നത്. നമ്മളുള്ളത് കലൂരാണ്. കലൂര് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ PM ഹാരിസിന്റെ പ്രചരണ പരിപാടികളാണ് കടന്നു വരുന്നത്. വലിയ രീതിയിൽ കൊച്ചി കോർപ്പറേഷനിൽ തുടർ ഭരണമെന്നത് നിലനിർത്താനുള്ള വലിയ ശ്രമത്തിലെല്ലാം തന്നെയാണ് സ്ഥാനാർത്ഥികൾ ഉള്ളത്. കാരണം ഇതൊരു പ്രസ്റ്റീജ് പോരാട്ടമാണ്, ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. കാരണം വലിയ രീതിയിലുള്ള വികസന പദ്ധതികളെല്ലാം നടപ്പാക്കിയെന്ന് കൊച്ചി കോർപ്പറേഷൻ അവകാശപ്പെടുമ്പോൾ, ഇടതുമുന്നണി അവകാശപ്പെടുമ്പോൾ അത് ശരിയാണോ അല്ലയോ എന്നതാണ് പ്രധാനമായി ഉയരുന്ന ചോദ്യം. അതിൻ്റെ ഒരു ആത്മവിശ്വാസം ഇടതുമുന്നണിക്കുണ്ട്, സ്ഥാനാർത്ഥികൾക്കുമുണ്ട്. വലിയ ആത്മവിശ്വാസം തന്നെ നൽകുന്നുണ്ടോ ഇത്തവണ? വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇവിടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജനങ്ങളെ കണ്ട് സംസാരിക്കുകയും അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് 2015 മുതൽ 20 വരെ ഇതേ ഡിവിഷനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ ഈ കാണുന്ന വികസനങ്ങളൊക്കെ നടത്തിയതിൽ ഒരു വലിയ പങ്ക് വഹിച്ചിരുന്നതാണ്. മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ജനങ്ങൾ വല്ലാതെ, കാരണം കൊച്ചിക്ക് ഇന്ന് വരെ ഇല്ലാത്ത ഒരു വികസനമാണ് ഇതിനു മുമ്പുണ്ടായിട്ടുള്ളത്. സമൃദ്ധി മുതൽ അതുപോലെ തന്നെ ഷീലോട്ട് മുതൽ അങ്ങനെ ഒരുപാട് വികസനങ്ങൾ നടത്തിപ്പോന്നിട്ടുള്ള, എണ്ണി പറയാവുന്ന ഒരുപാട് വികസനങ്ങൾ നടത്തിയിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെയാണ് എൻ്റെ ശക്തി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ ശുഭപ്രതീക്ഷയിലാണ്. ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇവിടെ മുസ്ലിം ലീഗും ചില അടിയൊഴുക്കുകൾ ഉണ്ടാക്കുന്നുണ്ട്. മുസ്ലിം ലീഗിൽ നിന്ന് ഒരുപാട് പേര് മാറി നിൽക്കുന്നുണ്ട്. അതിലൊരു ചെറിയ പിളർപ്പുണ്ടായിട്ടുണ്ട്. പക്ഷെ അത് കവർ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, BJPക്ക് ഇവിടെ സ്ഥാനാർത്ഥിയില്ല എന്നുള്ളതാണ്. സാധാരണ ഇവിടെ BJP മത്സരിക്കുന്ന ഒരു സ്ഥലമാണ്, BJP മത്സരിക്കുന്നില്ല. സജിത്ത്, പ്രധാനപ്പെട്ട ഒരു ആരോപണം കൊച്ചി കോർപ്പറേഷൻ ഉയരുന്നത് അതാണ്. പല വാർഡുകളിലും BJP മത്സര രംഗത്തില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. അത് വലിയൊരു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉയരുന്ന ഒരു ആരോപണമാണ്. കോൺഗ്രസും BJPയും തമ്മിൽ ഇക്കാര്യത്തിൽ ഒത്തുകളി നടക്കുന്നു എന്നൊരു ആരോപണമാണ് ഇടതുമുന്നണി ഉയർത്തുന്നത്. തിരിച്ചും അതേ രീതിയിൽ തന്നെയുള്ള ആക്ഷേപങ്ങൾ ഉയർത്തുന്നുണ്ടെങ്കിൽ കൂടിയും ഏതായാലും വലിയ പോരാട്ടം എല്ലാ വാർഡുകളിലും തന്നെ നടക്കുന്നുവെന്നാണ് കൊച്ചി കോർപ്പറേഷൻ കേന്ദ്രീകരിച്ച് തന്നെ 4 സീറ്റുകളുടെ മാത്രം പിൻബലത്തിൽ, അതും കോൺഗ്രസ് റിബലുകളുടെ പിൻബലത്തിലാണ് ഇടതുമുന്നണി ഭരണം കൊണ്ടുപോവുകയും എല്ലാം തന്നെ ചെയ്തത്. ഏതായാലും ഇക്കുറി അതിന് മേധാവിത്വത്തോടുകൂടി അത് അതിജീവിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും വലിയ പ്രകടനവും കാര്യങ്ങളുമെല്ലാം തന്നെ നടത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ ഒരോളം സൃഷ്ടിക്കാനായിട്ട് പൊതുവിൽ സാധിക്കുന്നുണ്ട് മുന്നണികൾക്ക്. നമ്മൾ കാണുന്നത് പോലെ ഇതുപോലെ ഓരോ റോഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, ഓരോ നിരത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവിടെ പ്രകടനങ്ങൾ ചെറിയ പ്രകടനങ്ങളായിട്ട് മുന്നോട്ട് നീങ്ങുന്നു. ഒരു പൊതുവേദി നിശ്ചയിച്ചുകൊണ്ട് അവിടെ 6 മണിയോടുകൂടി എല്ലാവരും അവിടെ ഒരു വലിയ പ്രകടനം, പ്രത്യേകിച്ച് ഇത്തരമൊരു പ്രകടനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു ആവേശഭരിതമാക്കുക, ഒപ്പം തന്നെ കൂടുതൽ വോട്ടർമാരെ ആവേശപൂർവ്വം നിലനിർത്തിക്കൊണ്ട് പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ്. അതിനൊരു വലിയ പരിധി വരെയും തന്നെ ഇത്തരം ഈ ഒരു പ്രകടനവും കാര്യങ്ങളുമെല്ലാം തന്നെ സഹായിക്കുന്നുണ്ട് എന്നത് നിസ്സംശയമാണ്. ഏതായാലും അത്തരമൊരു ആവേശച്ചൂട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിന്നിരുന്ന ആ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഒരു കൊട്ടിക്കലാശം എന്ന് നമ്മൾ എല്ലാം തന്നെ ആലങ്കാരികമായി പറയുന്ന ആ ഒരു ആവേശത്തിൻ്റെ ചൂടിലേക്ക് തന്നെയാണ് ഈ അവസാന മണിക്കൂറുകളിലേക്ക് ചെന്നെത്തുമ്പോൾ വലിയ കടുത്ത മത്സരം കോർപ്പറേഷനും അതോടൊപ്പം തന്നെ ജില്ലയിലെ 82 ഗ്രാമപഞ്ചായത്തുകളുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ, നഗരസഭകളിൽ എല്ലായിടത്തും തന്നെ ശക്തമായ വാശിയേറിയ പോരാട്ടത്തിന് തന്നെയാണ് സജിത്ത് എറണാകുളം ജില്ലയിൽ കളമൊരുങ്ങുന്നത്. എറണാകുളത്തിന്റെ രാഷ്ട്രീയ ചിത്രം അതാണ് നമ്മൾ കാണുന്നത്. ഡാനി നിൽക്കുന്നത് ഇടതു സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിനൊപ്പമാണ്. ഇതേ ചിത്രം തന്നെയാണ് മറ്റിടങ്ങളിലും കണ്ടുവരുന്നത്. എന്തായാലും എറണാകുളം പറയാൻ പോകുന്ന രാഷ്ട്രീയം നിർണായകമാണ്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ പോരിൽ സുപ്രധാനമായൊരിടം തന്നെയായി മാറുകയും ചെയ്യും. കോട്ടയത്ത് നിന്നുള്ള ചില ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അങ്ങനെ
കേരള കോൺഗ്രസിന് നിർണായക സ്വാധീനമുള്ള ഇടങ്ങളിൽ ആ കേരള കോൺഗ്രസിന്റെ വിധിയെഴുത്തുകൂടിയായി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറുകയാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പും പാർട്ടികളുടെ ബലാബലവും തമ്മിലുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ ശ്രദ്ധേയമാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിക്കുന്ന ശക്തിയാണ് ഒരു പാർട്ടിയെ സംസ്ഥാന തലത്തിൽ വിലയിരുത്തപ്പെടുക. എത്ര പഞ്ചായത്ത് അംഗങ്ങളുണ്ട്, എത്ര മുനിസിപ്പൽ അംഗങ്ങളുണ്ട്, കോർപ്പറേഷൻ അംഗങ്ങളുണ്ട്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുണ്ട്, ബ്ലോക്ക് അംഗങ്ങളുണ്ട് എന്നതൊക്കെയാണ് ഒരു പാർട്ടിയുടെ കരുത്തറിയിക്കുന്നതിൽ സുപ്രധാന ഘടകമാവുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വിലപേശലിന് ഇടവെക്കുന്ന ഘടകവും അതുതന്നെയാണ്. നമ്മൾ കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് ജോസ് കെ മാണിയുടെ പാർട്ടിയുടെ ഇടതുമുന്നണി പ്രവേശനം കണ്ടതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് പടിവാതിക്കലാണ് അവർ ഇടതുമുന്നണിയിലേക്ക് കടന്നു വരുന്നത്. വലിയ പരിഗണന കിട്ടുന്നു. ഒടുവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പല സ്ഥാപനങ്ങളും UDF കേന്ദ്രങ്ങളൊക്കെ ഇടതുമുന്നണിക്കൊപ്പം നിർത്താനെന്ന് ജോസ് കെ മാണിയെ ഒപ്പം ചേർത്തതുകൊണ്ട് കഴിഞ്ഞു. അത് പിന്നീട് നിയമസഭയിലും നേട്ടമാക്കി മാറ്റാൻ ഇടതുമുന്നണിക്ക് കഴിഞ്ഞു എന്നതാണ് അന്നത്തെ രാഷ്ട്രീയ ചിത്രം. സമാനമായുള്ള നീക്കങ്ങൾ തന്നെ ഇത്തവണയും ഉണ്ടാകും. അതേസമയം PJ ജോസഫിന്റെ കേരള കോൺഗ്രസ് പാർട്ടിയും വളരെ കരുത്തർജിക്കാൻ തയ്യാറെടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് കോട്ടയത്തിന്റെ രാഷ്ട്രീയം മധ്യകേരളത്തിന്റെ രാഷ്ട്രീയം കൂടി ഏറെ പ്രസക്തമാവുകയാണ്. ശ്രദ്ധിക്കുക, ആദ്യ 7 ജില്ലകൾ പറയാൻ പോകുന്ന രാഷ്ട്രീയം അത് കേരളത്തിൽ കൃത്യമായ ദിശാസൂചിക നൽകുന്നതാണ്. 3 വ്യത്യസ്ത ഘടകങ്ങൾ പ്രകടമാവുന്ന ഇടമാണ് തിരുവനന്തപുരം, കൊല്ലം പോലെയുള്ള തെക്കൻ ജില്ലകൾ. കൃത്യമായി പറയാറുള്ള ഇടതുപ രാഷ്ട്രീയം പൊതുവിൽ തെക്കൻ ജില്ലകളെ ഒപ്പം നിർത്തിയാൽ കേരളം പിടിക്കാനാകുമെന്ന് പൊതുവിൽ പറയാറുണ്ട്. അങ്ങനെയെങ്കിൽ ആ ഒരു പ്രതിഫലനം കൊല്ലത്തും തിരുവനന്തപുരത്തും ഉണ്ടാകുമോ? അതേസമയം ആലപ്പുഴയും ഒപ്പം പത്തനംതിട്ടയും കോട്ടയവും ഇടുക്കിയൊക്കെ അടങ്ങുന്ന മധ്യ കേരളത്തിൻ്റെ രാഷ്ട്രീയം ആർക്കൊപ്പമാകുമെന്ന മറ്റൊരു പ്രസക്തമായ കാര്യം കൂടിയുണ്ട്. അങ്ങനെ സങ്കീർണമായ സാഹചര്യം, സംസ്ഥാനത്തിൻ്റെ വ്യത്യസ്തമായ രാഷ്ട്രീയ മുഖങ്ങളൊക്കെ പ്രകടമാകുന്ന ഒരു ഇടം കൂടിയായി ഈ തെരഞ്ഞെടുപ്പ് ആവേശം കൂടി മാറുകയാണ് ആദ്യഘട്ടത്തിൽ തന്നെയെന്നത്. എറണാകുളത്തേക്ക് വരുമ്പോൾ UDFിൻ്റെ പതിവ് ശക്തി കേന്ദ്രങ്ങളാണ്. അതായത് കേരളം ഇടതുപക്ഷം ഭരിക്കുമ്പോഴും UDFിനൊപ്പം നിന്നിട്ടുള്ള ഇടമാണ് എറണാകുളം. അതുകൊണ്ട് എറണാകുളത്തിൻ്റെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലവും നിർണായകമാണ് എന്നതാണ്. ജില്ലാ പഞ്ചായത്തുകൾ പരമാവധി 7 ജില്ലാ പഞ്ചായത്തുകളിൽ UDF നിലവിൽ ഭരിക്കുന്നത് എറണാകുളത്ത് മാത്രമാണ്. അപ്പോൾ ഈ ജില്ലാ പഞ്ചായത്തുകൾ കൂടുതലായി നേടുക എന്നത് UDFിൻ്റെ ആവശ്യമാണ്, അവരുടെ ലക്ഷ്യമാണ്. കാരണം ജില്ലാ പഞ്ചായത്തുകളാണ് പൊതുവിൽ സംസ്ഥാനത്തിൻ്റെ പൊതുരാഷ്ട്രീയം ചർച്ച ചെയ്യുക. മറ്റ് വാർഡുകളിലും മറ്റും സ്ഥാനാർത്ഥികളുടെ വ്യക്തിഗത വോട്ടുകൾക്ക് പ്രാധാന്യം കിട്ടും. അതുകൊണ്ട് സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ പ്രതിഫലനം ജില്ലാ പഞ്ചായത്തുകൾ ഉണ്ടാവും. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പിടിക്കാൻ UDFിന് കഴിയുമോ? അവിടെ മുന്നേറ്റം നടത്താൻ BJPക്ക് കഴിയുമോ എന്ന ചോദ്യം CPMന് അത് കൈവിട്ടു പോകുമോ? കൊല്ലം ജില്ലാ പഞ്ചായത്ത് CPMൻ്റെ ശക്തി കേന്ദ്രമാണ്. പൊതുവിൽ CPMൻ്റെ പരമ്പരാഗത മേഖലകളാണ്. തൊഴിലാളി വർഗ രാഷ്ട്രീയമൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന വലിയ മേഖലകളുണ്ട്. അവിടേക്ക് കടന്നു കയറാൻ ഇത്തവണ UDFിന് കഴിയുമോ എന്ന ചോദ്യമുണ്ട്. പത്തനംതിട്ട ജില്ല പൊതുവിൽ UDFിനൊപ്പം നിൽക്കാറുണ്ട്. പക്ഷേ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് ഇടതുമുന്നണി അവിടെ അതീശത്വം നേടിയിട്ടുണ്ട്. ചെറിയ ജില്ലയാണെങ്കിൽ കൂടിയും പത്തനംതിട്ട പറയാൻ പോകുന്ന രാഷ്ട്രീയം കൂടി ഇക്കാര്യത്തിൽ പ്രധാനപ്പെട്ടതാണ്. ആലപ്പുഴ ജില്ലയിലേക്ക് വരുമ്പോഴും അത് ചിത്രമാതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലമെന്ന് വിളിക്കാവുന്ന സ്ഥലമാണെങ്കിൽ കൂടിയും പക്ഷേ ആലപ്പുഴ പലപ്പോഴും UDF അനുകൂല രാഷ്ട്രീയം കൂടി നിലപാടെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണ ആലപ്പുഴ എന്തു പറയുമെന്നതും പ്രസക്തമായ കാര്യമാണ്. കോട്ടയം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കേരള കോൺഗ്രസിൻ്റെ എല്ലാ അർത്ഥത്തിലുള്ള പ്രതിഫലനവും അവിടെ ഉണ്ടാവുന്ന ഇടമാണ്. ഇരു കേരള കോൺഗ്രസുകൾക്കും UDFിനും LDFിനും വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള സീറ്റുകൾ അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ പ്രതിഫലനം സ്വാഭാവികമായും ഉണ്ടാവും. അതുകൊണ്ട് ഇരുവരും തമ്മിലുള്ള ആരാണ് വമ്പൻ എന്നുള്ള ഒരു ഏറ്റുമുട്ടൽ കൂടി കോട്ടയത്ത് നിന്നും പ്രകടമാകുമെന്ന് കൂടി നമുക്ക് കരുതാം. മാത്രമല്ല കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം മുന്നണിയിലെത്തിയ ശേഷം 5 വർഷം പിന്നിട്ട ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ മുന്നണി സംവിധാനം ഒന്നുകൂടി സെറ്റായതിനു ശേഷമാണ് അവർ നേരിടുകയാണ്. അപ്പോൾ പഴയ UDF ആണോ ഭേദം, അല്ലെങ്കിൽ ഇടതുമുന്നണി തന്നെയാണോ മികച്ചത്? ഇങ്ങനെയുള്ള ഒരു വിലയിരുത്തലിനുള്ള സമയം കൂടി അവർക്ക് മുന്നിൽ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം കൂടി അവിടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ജോസ് കെ മാണി ആവർത്തിക്കുന്നു തങ്ങൾ ഇടതുമുന്നണി ബന്ധം ഉപേക്ഷിക്കില്ലെന്ന്. പക്ഷേ തദ്ദേശ ഫലം മറ്റൊരു തിരിച്ചടി ഉണ്ടാക്കിയാൽ ഒരുപക്ഷെ മാറി ചിന്തിച്ചാലും അത്ഭുതമില്ല. അതാണ് കേരള കോൺഗ്രസിലെ പതിവ് രീതി. അതേസമയം ഇടുക്കിയിലേക്ക് പോകുമ്പോൾ ഇടുക്കിയും നിർണായകമാണ്. അവിടെ കോൺഗ്രസിനും ഒപ്പം കേരള കോൺഗ്രസിനും CPMനും ഒക്കെ ഒരേ സമയം സ്വാധീനമുള്ള ജില്ലയാണ്. അപ്പോൾ ഇടുക്കി പറയാൻ പോകുന്ന രാഷ്ട്രീയവും പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ആദ്യ ഫേസിൽ തന്നെ, ആദ്യഘട്ടത്തിൽ തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ എല്ലാ അർത്ഥത്തിലുള്ള പ്രതിഫലനവും പ്രകടമാകും എന്ന് ഉറപ്പാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ താരമെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹത്തിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഇടതുമുന്നണി ഒപ്പം പിണറായി വിജയനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പോസ്റ്ററൊക്കെ ഉയർത്തി UDFും പ്രചരണ രംഗത്ത് സജീവമാവുന്നുണ്ട്. ദൃശ്യങ്ങളിലൊക്കെ നമുക്കത് കാണുകയും ചെയ്യാം. നമുക്ക് ആലപ്പുഴയിലേക്ക് വേഗത്തിലൊന്ന് പോയി വരാം. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, ആലപ്പുഴ ഇടതുപക്ഷത്തിൻ്റെ ഈറ്റില്ല, പക്ഷേ UDFിന് വലിയ സ്വാധീനമുള്ള ഇടം കൂടിയാണ്. എന്താണ് അവിടുത്തെ കൊട്ടിക്കലാശത്തിൻ്റെ കാഴ്ചകൾ? ഒപ്പം ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് പതിവിന് നേരത്തെ
പതിവിന് വ്യത്യസ്തമായി നേരത്തെ ഒരുങ്ങിയ UDF-ന്റെ ഒരു പ്രകടനം ആലപ്പുഴയിലും പ്രകടമായിട്ടുണ്ടോ? ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ BJP ഇടതു കേന്ദ്രങ്ങളിലേക്ക് കയറി വോട്ട് പിടിച്ചത് നമ്മൾ കണ്ടതാണ്. അതിന്റെ പ്രതിഫലനമൊക്കെ ഈ തദ്ദേശത്തിലും അതിന്റെ ഒരു സൂചനയൊക്കെ കാണാനാവുന്നുണ്ടോ? സജിത്, വോട്ട് വർധനവ് BJPയുടെ കാര്യത്തിൽ ഇത്തവണയും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം പ്രാദേശികമായി ഏറ്റവും അധികം ചിട്ടയോടുകൂടിയുള്ള ഒരു പ്രവർത്തനമാണ് ആലപ്പുഴ കേന്ദ്രീകരിച്ച് അവർ നടത്തിയത് എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ തന്നെ തുടക്കം മുതൽ തന്നെ CPM നടത്തുന്ന പോലെയുള്ള വളരെ ചിട്ടയായ രീതിയിലുള്ള കണക്കുകൾ വെച്ച് തന്നെയായിരുന്നു BJP തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ NDA ആയി മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ചെട്ടികുളങ്ങര അടക്കമുള്ള മേഖലകളിൽ അത്തരത്തിൽ ഇടത് കോട്ടയായിരുന്ന ഇടങ്ങളിൽ പത്തിയൂർ അടക്കമുള്ള പഞ്ചായത്തുകൾ